നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മയക്കുമരുന്നിൻ്റെ വ്യാപനം എന്ന് പറയുന്നത്. മയക്കുമരുന്നിൻ്റെ വ്യാപനം അത് യുവാക്കളിലും കുട്ടികളിലുമൊക്കെ വളരെ വിപുലമായി നടക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ്. ചെറിയ കുട്ടികൾ പോലും മയക്കുമരുന്നിൻ്റെ കരിയർമാരായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ഇതിനെതിരെ വളരെ ശക്തമായ നിലപാടുകളുമായിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. സാമൂഹ്യ നീതി വകുപ്പ് കൃത്യമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ്. നമ്മുടെ ഈ വ്യാപനം തടയുന്നതിനും അതുപോലെ തന്നെ ഇതിൽ അടിമപ്പെട്ട ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിലുമൊക്കെ സാമൂഹ്യനീതി വകുപ്പ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നു വരുന്നത്. വിവിധ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ എക്സൈസും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പും ഒക്കെ ഉൾപ്പെടെ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയുന്നതിനുള്ള അവബോധം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. സാമൂഹ്യ നീതി വകുപ്പ് വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് 26-ാം തീയതി ലോക മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ഈ 26-ാം തീയതി എറണാകുളത്ത് സംസ്ഥാനതല പരിപാടി നടക്കുകയാണ്. ആ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിയാങ്ക, ജില്ലാ കളക്ടർ എറണാകുളം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിലും മുഴുവൻ ഇന്ത്യയിലും ലഹരിയുടെ ഒരു ഉപയോഗം കൂടിക്കൂടി വരുന്നുണ്ട്. ചെറിയ കുട്ടികൾ അടക്കം, മുതിർന്ന കുട്ടികളടക്കം എല്ലാ തലത്തിലും ഈ ഒരു ഡ്രഗ് യൂസ് കൂടിക്കൂടി വരുന്നുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ജില്ലാ ഭരണത്തിൻ്റെ എല്ലാ വകുപ്പുകളും ഇതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള നടപടിയിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലും ഈ വർധനവ് കൂടി വരുന്ന സമയത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും സംയുക്തമായിട്ടുള്ള ഒരു അഭിയാനാണ് നശാമുക്ത് ഭാരത് അഭിയാൻ. ഈ ഒരു അഭിയാനിൽ ഡിമാൻഡ് റിഡക്ഷനെ കുറിച്ചിട്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ, സ്ക്രീനിങ് ടെസ്റ്റുകളാണ് നടത്താൻ പോകുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നശാമുക്ത് ഭാരത് അഭിയാനിൻ്റെ ഭാഗമായിട്ട് ജൂൺ 17 നിന്ന് ജൂൺ 26 വരെ ഒരു അഭിയാൻ, ഒരു വാരാചരണം നമ്മൾ നടത്തുന്നത്. ഇത് സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ആൻഡ് കോളേജുകളിൽ കേന്ദ്രീകരിച്ചിട്ട് കൂടെ ആയിരിക്കും. പിന്നെ നമ്മുടെ മുഴുവൻ സമൂഹത്തിലായിരിക്കും. ഈ ഒരു വാരാചരണയിൽ എല്ലാവരും പങ്കാളികളാവണം. ഡ്രഗ്സ്ക്കെതിരെ പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും ഭാഗമാവണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആരോഗ്യത്തെയും പുരോഗതിയെയും സമാധാനത്തെയും ബാധിക്കുന്ന ഒന്നാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളം കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പ്രത്യേകിച്ച് യുവാക്കളുടെയും കുട്ടികളുടെയും ഇടയിൽ. ഇതിനെ ചെറുത്ത് നിൽക്കേണ്ടത് ഒരു പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെ നശാമുക്ത് ഭാരത് അഭിയാൻ്റെയും കേരള സംസ്ഥാനത്തിലെ സാമൂഹ്യനീതി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ഈ വരുന്ന 17 മുതൽ 26 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കേരളത്തിലാകെ നടത്തപ്പെടുകയാണ്. ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ എല്ലാ ജില്ലകളിലും ബോധവൽക്കരണ പരിപാടികളും മറ്റ് അവയർനെസ് പ്രോഗ്രാമുകളും നടത്തിവരികയുമാണ്. കുട്ടികളെയും യുവാക്കളെയും ലഹരി മരുന്നിൽ നിന്നും അവയുടെ ഉപയോഗത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം 26-ാം തീയതി എറണാകുളത്ത് വെച്ച് കേരളത്തിൻ്റെ ആരാധ്യനായ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നിർവഹിക്കുകയുമാണ്. ഈ പരിപാടിയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഒന്നാകെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് ചേർക്കാം, ഒരു മെച്ചപ്പെട്ട ഭാവി തലമുറയെ സൃഷ്ടിച്ചെടുക്കാം. താങ്ക് യു. കേരളത്തിൽ ഇപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചാലഞ്ചിന് നോക്കിയാൽ ലഹരിയും മയക്കുമരുന്ന് ഉപയോഗമാണ്. ഇത് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും അഫക്റ്റ് ആയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും വയോധികരുള്ള എല്ലാ ആൾക്കാരും. എക്കണോമിക് സ്റ്റേറ്റസ് നോക്കിയാൽ ഏറ്റവും പുവറിൽ തൊട്ട് മറ്റേ അൾട്രാ റിച്ചിലുള്ള പാർട്ടി ഗോയിസ് അടക്കം ഈ ഡ്രഗുടെ ഉപയോഗം കൂടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈറ്റ് ചെയ്യുന്നതിൽ നോട്ട് ഓൺലി എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ആയിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, പോലീസും എക്സൈസും അല്ല, സെൻട്രൽ ഏജൻസി ആയിട്ടുള്ള നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മാത്രമല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ നമുക്കിത് കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇതിനുടെ ഭാഗമായിട്ട് ജില്ലാ ഭരണകൂടം ഒരുപാട് പ്രോഗ്രാമുകൾ ഇന്ന് ജൂൺ 21 ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റേ ഹോം മിനിസ്റ്റർ തന്നെ 25-ാം തീയതി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും ഈ ഓപ്പറേഷൻ തുഫാൻ നമുക്ക് എല്ലായിടത്തിലും ഒരുപാട് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി മാത്രമല്ല,
പബ്ലിക്കായിട്ട് എല്ലാവരും ഇതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ നമുക്കിത് ഫൈറ്റ് ചെയ്ത് പുറത്ത് വരാൻ പറ്റും. നോട്ട് ഓൺലി നമുക്ക് സപ്ലൈ ചെയിൻ കട്ട് ചെയ്യக்கூடிയത് മാത്രമല്ലാതെ ഇതിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയും പുറത്ത് കൊണ്ടുവരാനുള്ള എല്ലാ നടപടിയും നമുക്ക് എടുക്കണം. അത് നിങ്ങളുടെ എല്ലാവരുടെയും കോപ്പറേഷനും വളരെ ആവശ്യമാണ്. അത് ഒറ്റ ദിവസത്തേക്കായിട്ടുള്ള ഒരു ഫണ്ണുകായിട്ട് ചെയ്യக்கூடிய ചെറിയ കാര്യം പിന്നെ അഡിക്റ്റായിട്ട് ഫാമിലിയെയും സൊസൈറ്റിയും എക്കണോമിക്കെയും ചലഞ്ച് ചെയ്യാനുള്ള രീതിയിലാണ് ഇത് വളർന്നിട്ടുള്ളത്. ഐ റിക്വസ്റ്റ് ഓൾ യുവർ കോപ്പറേഷൻ ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ ദി ഓർഗനൈസേഴ്സ് ഫോർ ഓർഗനൈസിംഗ് ദിസ് ഫംഗ്ഷൻ. ജയ് ഹിന്ദ്. നമ്മുടെ സമൂഹത്തിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ഇതിന് തടയിടുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടവും ജില്ലാ സാമൂഹ്യനീതി വകുപ്പും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് വിവിധ തലങ്ങളിലും വിവിധ മേഖലകളിലും പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നിക്കാം. ഞാനും നിങ്ങളോടൊപ്പം. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്കൊന്നിച്ചണിനിരക്കാം. ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം. കാലങ്ങൾ പായും മൺപാതയിലാണോ. ഹായ്, ഞാൻ വിഷ്ണുമായ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഞാനും ഉണ്ടാവും. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം, മറ്റു പ്രശ്നങ്ങളിലൊക്കെ ഏറെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ലോകത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലഹരി മരുന്നിന്റെ ഉപയോഗമാണ്. ആ ലഹരി ഇവിടെ ഉപയോഗത്തിന്റെ കാര്യങ്ങളിലേക്ക് ഒരു പുതിയ അവയർനെസ് പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും സഹകരിക്കുക. ഈ ലഹരിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടകരമായ ഒരു സംഗതിയാണെന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം. അതിന് എൻ്റെ പിന്തുണ എപ്പോഴും എന്നും ഉണ്ടാവും.